വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ ഗേറ്റിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സമയം പിള്ള വരുന്നുണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. രാഘവൻ നായരാണെങ്കിൽ ഹാളിൽ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് പിള്ളയോട് എല്ലാം കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പച്ചക്കറിയും പൂജാ സാധനങ്ങളും ഒക്കെ ആണെന്ന് പറയുമ്പോൾ പൊന്നിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമ പറയുകയാണ്, ഇതൊക്കെ അകത്തേക്ക് വെച്ചേക്ക്, പൂജാ സാധനങ്ങൾ പൂജാമുറിയിലും ബാക്കിയൊക്കെ അടുക്കളയിലേക്കും വെച്ചേക്ക്, ഇനിയിപ്പോൾ എത്ര നാൾ അവിടെ വിളക്ക് കത്തിക്കാനാകും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പൊന്നിക്ക് സങ്കടമാകുന്നുണ്ട്. പൊന്നിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. തുടർന്ന് എല്ലാ സാധനങ്ങളും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ രണ്ടാഴ്ചത്തേക്കുള്ള സാധനങ്ങളുമുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് നോക്കിയാൽ മതി എന്ന് രമണപിള്ള പറയുകയാണ്. അന്നേരം അത് കഴിഞ്ഞുള്ളതല്ലേ, അതിന് എപ്പോഴാ എന്നൊക്കെ ഇങ്ങനെ ഭാമ പറഞ്ഞിട്ട് ബാക്കി പൈസ പിള്ള കൊടുക്കുമ്പോൾ വേണ്ട, അത് പിള്ളയുടെ കയ്യിലിരിക്കട്ടെ, താൻ അകത്തോട്ട് വന്നേന്നും പറഞ്ഞ് ഭാമ വിളിക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്കും പിള്ളയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലേ ഭാമയുടെ പെരുമാറ്റം കണ്ടിട്ട്. തുടർന്ന് പിള്ളയാണെങ്കിൽ ഹാളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എന്തിനാ എന്നെ സത്യാമ്മ വിളിച്ചത് രാഘവൻ സാറേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് സത്യഭാമ അകത്തേക്ക് പോയിട്ട് കുറച്ച് പൈസ കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് പിള്ളയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതും കൂടി അതിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ഇതെന്തിനാ സത്യാമ്മയെ, വല്ലതും വാങ്ങിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, താൻ കുറേ കാലമായി ഇവിടെ നിൽക്കുകയല്ലേ, കണക്ക് പറഞ്ഞ് ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ, തരുന്നത് കൊണ്ടുപോവുകയല്ലേ ചെയ്യാറുള്ളത്, ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഇനിയിപ്പോൾ ആ വെപ്രാളത്തിനിടയ്ക്ക് എനിക്ക് തരാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ പിള്ള ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഒന്നും മനസ്സിലാവാതെ. തുടർന്ന് സത്യഭാമ പറയുകയാണ്, ഇനി പിള്ള ഒരു കാര്യം കൂടി, അത് പിള്ളയുടെ മുഖത്ത് നോക്കിയല്ല തിരിഞ്ഞാണ് പറയുന്നത്, നാളെ മുതൽ പിള്ള വരണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അയ്യോ അതെന്താ സത്യാമ്മേ, ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനാണ് എന്ന് പറയുമ്പോൾ പിള്ള പിന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യം അറിയാം, നമ്മളിപ്പോൾ ഇറങ്ങാനായിട്ട് നിൽക്കുകയല്ലേ, ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്, അതുകൊണ്ട് പിള്ള കുടുംബത്തോടൊപ്പം പോയി നിന്ന് താമസിച്ച് ജീവിക്കുക, അപ്പോൾ പുതിയൊരു ജോലി എവിടെയെങ്കിലും കണ്ടെത്തണ്ടേ, അതുവരെ താമസിക്കാനാണ് ജീവിക്കാനാണ് ഈ പണം എന്ന് പറയുമ്പോൾ പിള്ള അങ്ങോട്ട് കരയുകയാണ്. രാഘവൻ നായരുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, കണ്ടോ സാറേ സത്യാമ്മ പറഞ്ഞത്, എന്നോട് പൊയ്ക്കോളാൻ, എവിടെ പൊയ്ക്കോളാനായിട്ട്, ഈ വീടും വീട്ടുകാരും വിട്ട് എനിക്കൊരു ജീവിതമില്ല, ഞാൻ എങ്ങും പോയില്ല, ഞാൻ സാറിൻ്റെ ഒരു കൈസഹായത്തിനാണ് അന്ന് മുതൽ കൂടിയത്, അതുകൊണ്ട് ഇവിടെ നിന്ന് സാറ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടത്തേക്ക് ഞാനും വരും, എനിക്ക് എൻ്റെ സത്യാമ്മ പറഞ്ഞില്ലേ കുടുംബത്തോടൊപ്പം പോയി താമസിക്കാൻ, ആ കുടുംബം ഉണ്ടായത് എനിക്ക് ഇവിടെ നിന്നാണ്, എൻ്റെ വീട്ടിലെ പിന്നെ എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചത്, കുഞ്ഞുങ്ങൾ നേരവണ്ണം ഭക്ഷണം കഴിച്ചത്, നല്ല വസ്ത്രം ഇട്ട് തുടങ്ങിയതൊക്കെ ഇവിടുത്തെ പണം കൊണ്ടാണ്, അവിടെ എന്ത് കാര്യം വന്നാലും നല്ല രീതിയിൽ നടത്തിയതും ഇവിടുത്തെ പണം കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകില്ല, എന്നെ പറഞ്ഞു വിടല്ലേ എന്നും പറഞ്ഞ് പിള്ള അങ്ങോട്ട് പൊട്ടി കരയുകയാണ്. അന്നേരം രാഘവൻ നായർക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട്. രാഘവൻ നായരുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നാണ് പിള്ള ഇതൊക്കെ പറയുന്നത് സെറ്റിൽ രാഘവൻ നായർ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് സത്യഭാമയ്ക്കും പൊന്നിക്കും ഒക്കെ അങ്ങ് സങ്കടം വരികയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ പോവില്ല, അതേ തന്നെ ഞാൻ എവിടെ പോകാനാണ്, വാടക വീട്ടിലാണെങ്കിൽ വാടക വീട്ടിൽ എവിടെയായാലും ഞാനും കൂടെ വരും എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടല്ലേ സാറേ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ പണം എനിക്ക് വേണ്ട, ഇത് വെച്ചോ എന്നും പറഞ്ഞ് വീണ്ടും സത്യഭാമയുടെ നേരെ നീട്ടുകയാണ് പിള്ള. എന്നിട്ട് സത്യഭാമ ഇങ്ങനെ തിരിയുമ്പോൾ പിള്ള പൈസ ടീപ്പോയുടെ പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പിള്ളയുടെ തോളിലേക്ക് അങ്ങ് പിടിക്കുകയാണ്. രാഘവൻ നായർക്കും കരച്ചിൽ വരുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ എഴുന്നേറ്റിട്ട് പറയുകയാണ്, കണ്ടോ ഭാമ ഇവരുടെയൊക്കെ സ്നേഹം, ആരും എങ്ങും പോകണ്ട, നമ്മളിപ്പോൾ എങ്ങോട്ടാണോ വാടക വീട്ടിലാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം, കഞ്ഞിയും ചമ്മന്തിയായാലും നമുക്ക് അവിടെ കുടിച്ച് കഴിയാം, കണ്ടോ ഇവരുടെ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ എന്താ കൊടുക്കുക ഭാമേ, ഇതുപോലെ താങ്ങി നിർത്താൻ താനുള്ളപ്പോൾ എനിക്ക് ഒരു വിഷമവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുന്നേ പിള്ള പറയുന്നുണ്ട്, സാറിൻ്റെ സഹായത്തിനല്ലേ ഞാൻ കൂടി, സാറ് ഓടിച്ചാടി നടക്കട്ടെ, അന്നേരം ഞാൻ പൊയ്ക്കോളാം, അല്ലാതെ സാറിൻ്റെ കൂടെ എന്നും ഞാനുണ്ട്, അതിന് സാറിനെ നോക്കുന്ന എനിക്ക് ഭക്ഷണമോ ശമ്പളമോ എനിക്കൊന്നും വേണ്ട, എന്നെ പറഞ്ഞു വിടാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് പിള്ളയും കരഞ്ഞു വീണ് അപേക്ഷിക്കുകയാണ്. ആ ഒരു സീൻ കാണേണ്ടത് തന്നെയാണ്. തുടർന്ന് രാഘവൻ നായർ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം പിള്ള അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്, നമുക്ക് ഇനി ഇവിടെ നിന്നാലും ഞാൻ കരഞ്ഞു പോകും എന്ന് പറയുകയാണ്. തുടർന്ന് പൊന്നിയോട് ചോദിക്കുന്നുണ്ട്, അയാളുടെ കാര്യം പറഞ്ഞു, ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളാരെയും വിട്ട് എങ്ങും പോയില്ല എന്ന് പറയുകയാണ്. അന്നേരം പിള്ളയുടെ കാര്യം രാഘവൻ നായർ പറയുന്നിട്ടുണ്ട്, കുടുംബത്ത് പോകാൻ പറഞ്ഞ രണ്ട് ദിവസമാണ് പോകുന്നത്, പിറ്റേന്ന് ഈ മുറ്റത്തുണ്ടാവും, എന്തെങ്കിലും ആവശ്യമുണ്ടോ സാറേ എന്നും പറഞ്ഞു. അയാൾ അങ്ങനെയാണെന്ന് പറയുമ്പോൾ പൊന്നിയും പറയുന്നുണ്ട്, ഞാനും വിട്ടു പോകില്ല എന്നുള്ളത്. തുടർന്ന് രാഘവൻ നായർ പിള്ളയുടെ തോളിലേക്ക് പിടിക്കുന്നുണ്ട്. അന്നേരം നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ വടി എന്നും പറഞ്ഞ് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെപ്പോലെ ഒരാൾ താങ്ങി നിർത്താനുള്ളപ്പോൾ പിന്നെ എനിക്ക് എന്തിനാണോ വടി എന്ന് പറഞ്ഞിട്ട് അന്നേരം പിള്ള ഇങ്ങനെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട് രാഘവൻ നായരെയും കൊണ്ട്. അന്നേരം പറയുകയാണ്, ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, ഇടയ്ക്ക് താൻ ശ്വാസം ഉണ്ടോ എന്നൊക്കെ നോക്കണമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ സാറേ എന്നൊക്കെ വിളിക്കുകയാണ്. രാഘവൻ നായർ വെറുതെ ചിരിച്ച് തമാശയ്ക്ക് പറയുന്നതാണ്. അന്നേരം തന്നെ പോലുള്ള ഒരാളുണ്ട്, എനിക്ക് വേറെ ആരും വേണ്ട, അതായത് ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറും, നമ്മളെല്ലാം നേരിടും ഭാമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിള്ള രാഘവൻ നായരെയും കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. പൊന്നി ഇങ്ങനെ കരഞ്ഞയക്കുകയാണ്. തുടർന്ന് രാഘവൻ നായരുടെ സ്റ്റിക്കും പിടിച്ചുകൊണ്ട് സത്യഭാമ അവിടെ ഇരിക്കുന്നുണ്ട്.
തുടർന്ന് കാണിക്കുന്നത് ശാലിനിയുടെ കളക്ടർ ഓഫീസാണ് കാണിക്കുന്നത്. അന്നേരം അനുപല്ലവി എന്ന് പറയുന്നുണ്ട്, മിനിസ്റ്റർ നിർമ്മാണ ചർച്ചയ്ക്ക് എത്തില്ല, വേറെ ഓഫീസർമാരും എത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മുദ്രാവാക്യം വിളിക്കാനൊക്കെ ആളുകളുണ്ടാവും, ഇങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് മന്ത്രിമാർക്ക് എവിടെയാ സമയം എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അപ്പോൾ നേരത്തെ ഇറങ്ങാമല്ലോ എന്നിങ്ങനെ അനുപല്ലവി ചോദിക്കുകയാണ്. അന്നേരം എനിക്കൊരു വീട് നോക്കണം, പിന്നെ അത്യാവശ്യം വൃത്തിയും വെടിപ്പുമുള്ള വീട് വേണം, പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, മുറ്റത്തൊരു കിണറുണ്ടെങ്കിൽ അതൊക്കെ സൗകര്യം എന്നൊക്കെ പറയുമ്പോൾ ആർക്കാ മേഡം ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി അനുപല്ലവിയെ നോക്കാതെയാണ്, മുഖത്ത് നോക്കാതെയാണ് പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അനുവിൻ്റെ പരിചയത്തിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, വേറെ ഏതോ ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ ഒരു വീടുണ്ട്, നമുക്ക് ചോദിച്ചിട്ട് പോയി നോക്കാം എന്നൊക്കെ പറയുകയാണ്. തുടർന്നാണെങ്കിൽ വിഷ്ണു സാറിൻ്റെ വീടിൻ്റെ കാര്യം എന്തായും ചോദിക്കുമ്പോൾ അത് ഇത്രയും പൈസ അടയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ഉപേന്ദ്രൻ്റെ കാര്യവും ഒക്കെ അവരവിടെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അനുപല്ലവി ചോദിക്കുകയാണ്, അല്ല വിഷ്ണു സാറ് ജോലി നോക്കുന്നു, നേരത്തെ ഉള്ള ജോലിയില്ലേ, ഇപ്പോൾ വേറെ ജോലി നോക്കുന്നുണ്ടല്ലോ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ വിഷ്ണു സാർ ജോലിക്ക് ചെന്നിരുന്നു, പക്ഷേ അവിടെ അക്കൗണ്ടൻ്റ് ഒക്കെ ഒഴിവുണ്ടായിരുന്നു, വിഷ്ണു സാറിൻ്റെ ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് സംഭവം അത് അറിഞ്ഞില്ലല്ലോ ആ ഒരു വാർത്ത. അന്നേരം വിഷ്ണുവേട്ടൻ തന്നെയാണെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ, അവിടുത്തെ റിസപ്ഷനിസ്റ്റ് എൻ്റെ ഒരു നൈബറാണ്, മാഡത്തിനെയും വിഷ്ണു സാറിനെയൊക്കെ നന്നായിട്ട് അറിയാം, അവൾ വിളിച്ച് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിക്ക് അത് പെട്ടെന്ന് വിഷമം തോന്നുന്നുണ്ട്, വിഷ്ണു ജോലി അന്വേഷിച്ച് നടന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ. തുടർന്ന് പറയുന്നുണ്ട്, ഇറങ്ങാം, എനിക്ക് 1-2 സ്ഥലത്തൂടെ കയറാനുണ്ട്, ബാക്കി പിന്നീട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് ആ റൂം വിട്ടങ്ങ്, ആ ചേംബർ വിട്ടങ്ങ് പുറത്തേക്ക് ഇറങ്ങി വിഷമത്തോടെയാണ് നടന്നു പോകുന്നത്. അന്നേരം അത് അനുപല്ലവി ശ്രദ്ധിക്കുന്നുമുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ പൂജാമുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. തുടർന്ന് പൊന്നിയെ വിളിച്ചിട്ട് പിള്ള കൊണ്ടുവന്ന കർപ്പൂരവും ചന്ദനത്തിരിയൊക്കെ കൊണ്ടുതരാൻ പറയുകയാണ്. തുടർന്ന് പൊന്നി കൊണ്ട് ചെല്ലുന്നുണ്ട്. അന്നേരം ഇവിടെയൊക്കെ എന്ത് പൊടിയാണ്, നിനക്കിതൊക്കെ തുടച്ചു വെച്ചുകൂടെയും ചോദിക്കുന്നുണ്ട്. അന്നേരം തുടയ്ക്കണമെന്ന് 2-3 ദിവസമായിട്ട് വിചാരിക്കുകയാണ്, ഇന്ന് എന്തായാലും ചെയ്ത് വെച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം നീ സമയമൊക്കെ ആലോചിച്ച് കൂട്ടി വയ്ക്കുമ്പോൾ ഇവിടെ നിന്നെല്ലാം കെട്ടിപ്പെറുക്കി ഇറങ്ങേണ്ടി വരും എന്നിങ്ങനെ ഭാമ വിഷമത്തോടെ പറയുകയാണ്. തുടർന്ന് പൊന്നി അത് കേട്ടുകൊണ്ട് അങ്ങ് പൊയ്ക്കോളാൻ പറയുമ്പോൾ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് സത്യഭാമ കർപ്പൂരവും ചന്ദനത്തിരിയെ കത്തിച്ച് ഇങ്ങനെ എല്ലാ ദൈവങ്ങൾക്കും ഇങ്ങനെ ഒഴിയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തൊഴുത് പറയുകയാണ്, ഈ ദിവസവും ഞാൻ ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ കത്തിക്കാറില്ലേ, ഈ കത്തുന്നത് കർപ്പൂരമല്ല, എൻ്റെ മനസ്സാണ്, ഞാൻ എല്ലാം ചെയ്തിട്ടും ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം കാണിച്ചത്, നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്, 3 ദിവസത്തിനകം ഇറങ്ങാൻ പോവുകയാണ്, നാളെ ഇവിടത്തേക്ക് പുതിയ അവകാശികൾ വരും, അവരിവിടെ കർപ്പൂരം കത്തിക്കുകയോ അതിന് കള്ള് വെച്ച് ആരാധിക്കുകയാണോ ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല, എന്തിനാണ് ഞങ്ങളോട് ഇത്രയ്ക്ക് പരീക്ഷണം കാണിച്ചത്, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയില്ല. രാഘവേട്ടൻ്റെ അവസ്ഥയാണെങ്കിൽ അതിനേക്കാൾ സങ്കടകരമാണ്, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സങ്കടമല്ല വേദനയാണ്, മനസ്സ് മുഴുവൻ വേദനയാണ്, എന്തിനാ ഞങ്ങളെ ഇത്രയ്ക്ക് കണ്ണീര് കുടിപ്പിച്ച ഞങ്ങളുടെ സങ്കടം എന്തിനാ ഇങ്ങനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ഒരുപാട് ദൈവത്തിനോടങ്ങ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കരഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചോദിക്കുന്നതൊക്കെ. എന്തായാലും നീ തരുന്ന പരീക്ഷണമാണ് എന്ന് കരുതി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, നാളെയോ മറ്റന്നാളോ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നും പറഞ്ഞ് ഭാമ ഇങ്ങനെ ആ കർപ്പൂര വിളക്കും കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. അത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണു ഇങ്ങനെ ജോലി അന്വേഷിച്ച ലോറി മുതലാളി അടുത്ത് പോകുന്നതും ജോലി കിട്ടുന്നതും പിന്നീട് കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങളുമൊക്കെ അടുത്ത എപ്പിസോഡിലാണ് കാണിക്കുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്